തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടനയായ സഹമത്ത് സഫ്ദർ ഹാഷ്മി മെമ്മോറിയൽ ട്രസ്റ്റ് ജവഹർ ഭവനിൽ വളരെ ശ്രദ്ധേയമായ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തുകയാണ്. സവിശേഷമായ രാഷ്ട്രീയ മാനങ്ങളുള്ള ഈ ആർട്ട് എക്സിബിഷൻ്റെ പേര് മൂമെൻറ്റ്സ് ഇൻ കൊലാപ്സ്, തകർച്ചയുടെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാവുന്ന പേരാണ് ഈ ആർട്ട് എക്സിബിഷൻ നൽകിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ മാനങ്ങളുള്ള എക്സിബിഷനാണ്. ഇതിൻ്റെ ക്യൂറേറ്റർ മലയാളിയായ പ്രശസ്ത ചിത്രകാരനും കലാകാരനും ശില്പിയുമൊക്കെയായ ജിജി സ്കറിയയാണ്. ജിജി എന്നോടൊപ്പമുണ്ട്. ജിജി, ഈ ആർട്ട് എക്സിബിഷൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? എങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് എത്തിയത്? ഇത് ഞാൻ വർഷങ്ങളായി സഹമത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. സഹമത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, അത് ആർട്ടിസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സഹമത്ത് കുറേ നാളായിട്ട് ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു ഇത് ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിതിൽ ഇടപെടുന്നത്. അപ്പോൾ ഇതിൽ ഇടപെട്ടപ്പോൾ ബേസിക്കലി ഇത് ഇലക്ഷൻ്റെ സമയമാണ്. ഇത് പ്രത്യേകിച്ചും ഇത് ജവഹർ ഭവൻ എന്ന് പറയുന്ന ഡൽഹിയുടെ ഒരു പ്രധാന സെൻറ്ററായിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇനി അടുത്തൊരു ഇലക്ഷന് ശേഷം എന്തായിരിക്കും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്നറിയാൻ മേലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മളിത് അടുത്ത വർഷത്തേക്ക് മാറ്റാതെ ഈ വർഷം തന്നെ ഇലക്ഷന് മുമ്പായിട്ട് ഈ എക്സിബിഷൻ തുടങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആർട്ടിസ്റ്റുകളെ അപ്രോച്ച് ചെയ്തു. ഏതാണ്ട് 45 ആർട്ടിസ്റ്റുകൾ ഈ ഷോയുടെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാം തന്നെ പലതരത്തിലുള്ള പൊളിറ്റിക്കലും എൻവയൺമെൻറ്റലും അല്ലാതെയുമുള്ള നമ്മുടെ സമയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, സമയത്തെക്കുറിച്ച് ഉള്ള വിഹ്വലതകളും എല്ലാ തരത്തിലുള്ള കൺസേണുകളും ഷെയർ ചെയ്യുന്ന ഒരു എക്സിബിഷനാണ് ഇത്. അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ക്യൂറേറ്റോറിയൽ നോട്ടിലും ഞാനിത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. നമ്മൾ ഈ സമയത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ ആർട്ടിസ്റ്റുകൾ ഈ സമയത്തിനോട് പ്രതികരിക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ മനസ്സിൽ എന്താണ് ഈ സമയത്ത് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള എന്ത് ചിന്തകളാണ് അവരെ കാര്യമായി സ്വാധീനിക്കുന്നത്, അതാണ് ഈ എക്സിബിഷൻ്റെ ഒരു ഓവറോൾ പ്രമേയം. ഇതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണോ? എല്ലാ തലമുറയിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഗുലാം മുഹമ്മദ് ഷെയ്ഖ് തൊട്ട് ഇങ്ങേയറ്റം ഹർഷ്, അല്ലെങ്കിൽ ശൈലേഷ് BR, വളരെ യങ്ങായിട്ടുള്ള ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരു 3-4 ജനറേഷനുള്ള ആർട്ടിസ്റ്റുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിന്ന് വർക്ക് ചെയ്യുന്നവർ ഈ എക്സിബിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് എത്ര ദിവസമാണ് ഈ എക്സിബിഷൻ? ഈ എക്സിബിഷൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന 1 മാസമാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മാസം കൂടി ഇത് തുടരും. ഇപ്പോൾ 2 മാസത്തേക്ക്. അപ്പോൾ ഇത് ഒരു ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക ഇടപെടലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ. തീർച്ചയായും ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം അടക്കമുള്ള നമ്മുടെ നാടിൻ്റെ തകർച്ചയുടെ നിമിഷങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ചരിത്ര സംഭവങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ്. ജിജി, ഇങ്ങനൊരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു.